ഇന്ന് ഡിസംബർ 30 രമണ മഹർഷി ജയന്തി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന സന്യാസി ശ്രേഷ്ഠനും മഹാഗുരുവുമാണ് രമണ മഹർഷി. തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള തിരുച്ചുഴി എന്ന ഗ്രാമത്തിൽ പരാശര വംശത്തിൽപ്പെട്ട സുന്ദരായരുടെയും അഴകമ്മാളുടെയും 4 മക്കളിൽ രണ്ടാമനായി ഭഗവാൻ രമണ മഹർഷി ജനിച്ചു. വെങ്കിട്ടരമണൻ എന്നായിരുന്നു അച്ഛനും അമ്മയും ഇട്ട പേര്. പ്രാഥമിക വിദ്യാഭ്യാസം തിരുച്ചുഴിയിലും ഡിണ്ടിഗലിലുമായിരുന്നു. തന്റെ 12ാമത്തെ വയസ്സിൽ അച്ഛന്റെ മരണശേഷം കുടുംബത്തോടൊപ്പം അമ്മാവനായ സുബ്ബയ്യരുടെ മധുരയിലുള്ള വീട്ടിലേക്ക് താമസം മാറി. പിന്നീടുള്ള പഠനം സ്കോട്ട് മിസിൽ സ്കൂൾ, അമേരിക്കൻ മിഷൻ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു. പഠനത്തിൽ ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നു വെങ്കിട്ടരാമൻ. ഒരു ദിവസം തീർത്ഥാടനം കഴിഞ്ഞു വന്ന ഒരു ബന്ധുവിനോട് യാദൃശ്ചികമായി എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ചു. അരുണാചലത്തിൽ നിന്ന് വരുന്നു എന്ന് മറുപടി അദ്ദേഹം പറഞ്ഞു. അത് രമണ മഹർഷിയിൽ അരുണാചലത്തോട് ഒരു വല്ലാത്ത ആകർഷണം തോന്നിപ്പിച്ചു. 1896 16 വയസ്സുള്ളപ്പോൾ തന്റെ അസ്തിത്വത്തിന്റെ ഉറവിടം തേടിയുള്ള യാത്ര അദ്ദേഹം ആരംഭിച്ചു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് അരുണാചലമാണ്. തിരുവണ്ണാമലയിലെത്തിയ അദ്ദേഹം അരുണാചലേശ്വരന്റെ മഹാക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയും ശ്രീകോവിലിനുള്ളിൽ അരുണാചലേശ്വരന്റെ മുൻപിൽ സമാധിയാവുകയും ചെയ്തു. വെങ്കിട്ടരമണന്റെ ജീവിതം അവിടെ അവസാനിച്ചു. അവിടെ നിന്ന് പുറത്തു വന്നത് ഭഗവാൻ രമണ മഹർഷിയായാണ്. ഞാൻ ആരാണ് എന്ന് അന്വേഷിക്കുക എന്നതായിരുന്നു അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ഉപദേശം. വളരെ കുറച്ച് കൃതികളെ അദ്ദേഹം രചിച്ചിട്ടുള്ളൂ. അരുണാചലത്തിനെ കുറിച്ചുള്ള സൂക്തങ്ങളും ഉപദേശസാരം എന്ന പേരിൽ ഒരു ഗ്രന്ഥവുമാണ് പ്രധാന കൃതികൾ. തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക് എന്നീ ഭാഷകളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. അരുണാചലത്തിൽ അദ്ദേഹം രമണാശ്രമം എന്ന പേരിൽ ഒരാശ്രമം നിർമ്മിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ സന്ദർശിച്ചിട്ടുണ്ട്. രമണാശ്രമത്തിലെ സന്ദർശക ഡയറിയിൽ മഹർഷിയെപ്പറ്റി നിർവൃതി പഞ്ചകം എന്നൊരു കവിത എഴുതി. രമണ മഹർഷി മറ്റുള്ളവരോട് സംസാരിക്കുന്നതൊക്കെ വചനാമൃതം എന്ന പേരിൽ ഒരു പുസ്തകമായി DC ബുക്സ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1950 ഏപ്രിൽ 14 അദ്ദേഹത്തെ കാണാൻ വന്ന ഭക്തർക്കെല്ലാം ദർശനം നൽകിയ ശേഷം ശരീരം ഉയർത്തിയിരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്തരീക്ഷത്തിൽ അരുണാചല ശിവ എന്ന മന്ത്രം ഭക്തന്മാർ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു. ആ നേരത്ത് ഒരു ദിവ്യപ്രകാശം അരുണാചലത്തിന്റെ പിറകിലേക്ക് ലയിച്ചതായി അവിടെ നിന്നവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.